ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. രാവിലെ എണീറ്റ് കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഇന്ന് ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ചിത്തുക്കുഞ്ഞ് ആകെ എക്സൈറ്റഡ് ആണ്. എന്താണ് ഈ കാണുന്നത്, എന്നെ തന്നെയാണല്ലോ കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. ഉറക്കം പൂർണ്ണമായിട്ട് വിട്ടു മാറിയിട്ടില്ല. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എണീപ്പിച്ചു. ഒന്നുകൂടെ ആക്ട് ചെയ്ത് നോക്കുക. അവൾ കൂട്ടുവായിട്ടപ്പോൾ വീണ്ടും വരുമെന്ന്. ഇത് കണ്ടില്ലേ, ബർത്ത്ഡേക്ക് മുന്നോടിയായിട്ടുള്ള ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഭാഗമാണ്. ആ ഇരിപ്പ് കണ്ടാലറിയാം ഇന്ന് ഞാനിത് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. എന്നെ കുറച്ച് ട്രൈ ചെയ്തു. അതുവരെ അവൾക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് എന്താ പറയുക, അവർ കുറച്ച് കഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആ ഇരിപ്പ്. ഒരിക്കലും അവിടെ ഇരിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നുണ്ടായിരുന്നത്. കുറച്ചൊന്ന് സോപ്പിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും 1-2 ഫോട്ടോസൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ആ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ബർത്ത്ഡേയുടെ മുന്നോടിയായിട്ട് 2-3 ദിവസമായിട്ട് വളരെ ബിസി ആയിരുന്നു. മെയിൻ ടാസ്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. മനസ്സിലൊരു റെഡ് കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറ് ഡ്രസ്സ് എന്നുള്ള രീതിയിലായിരുന്നു. സിദ്ധിക്കുഞ്ഞിൻ്റെ ഡ്രസ്സ് സെറ്റായി കഴിഞ്ഞാൽ ആ കളറ് ഞങ്ങൾക്ക് 2 പേർക്കും എടുക്കാമെന്നായിരുന്നു പ്ലാൻ. അവസാനം കുറേ നോക്കി, ഇൻസ്റ്റഗ്രാമിൽ നോക്കി, നമ്മൾ കടകളിൽ പോയി നോക്കി. അവസാനം 2 ദിവസം കൊണ്ട് ബോൺ കിഡ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്നാണ് 2 ദിവസം കൊണ്ട് ഡ്രസ്സ് സെറ്റായി. ഇത് കാണുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫോട്ടോസ്. നമ്മൾ തന്നെയാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോസാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ പോയി. കുറേ നോക്കി. വൈറ്റ് ഷെയ്ഡിലുള്ളതൊന്നും അങ്ങനെ നല്ലതൊന്നും കണ്ടില്ല. എന്നാലും ഇതിലൊരെണ്ണം എടുത്തു പോന്നു. കാരണം ഇനി ടൈമില്ല എന്നുള്ളത്. പിന്നെ സിദ്ധിക്കുഞ്ഞിന് നോക്കാനായിട്ട് പോയി. കുറേ ഡ്രസ്സ് നോക്കി. പക്ഷെ ഒന്നും അങ്ങനൊരു ഇത് മതി എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഫീലൊന്നും വന്നില്ല. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ തപ്പി മുമ്പ് നോക്കി വെച്ചിരുന്ന അവരുടെ അടുത്ത് 2 ദിവസം കൊണ്ട് നമ്മൾ വരച്ച് കൊടുത്ത ഡ്രസ്സ് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അവർ 2 ദിവസം കൊണ്ട് തന്നെ അത് ചെയ്ത് സ്പീഡ് പോസ്റ്റ് അയക്കുകയുണ്ടായി. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല, കസ്റ്റമൈസ് ചെയ്യാനും പറ്റിയില്ല. പകരം ഈ ഒരു ക്രൗൺ മേടിച്ച് പോന്നു. ബർത്ത്ഡേക്ക് ഇത് വെക്കാമെന്നുള്ളത് തീരുമാനമായി. അവൾക്കാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ബർത്ത്ഡേ ഡ്രസ്സ്. വളരെ പെട്ടെന്ന് തന്നെ ബോൺ കിഡ്സ് ഇത് നമുക്ക് ചെയ്തു തന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ യാത്ര നമ്മളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഹാളിലേക്കാണ്. നമുക്ക് കേക്ക് തന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ആപ്പിൾ കേക്ക്സാണ്. എൻ്റെ ചേച്ചിയുടെ സുഹൃത്തായിട്ടുള്ള നിയാസിക്കാണ് നമ്മളെ ഇവൻറ്റ് ഒരു ഡെക്കറേഷൻസൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ടായിട്ടുള്ള കേക്ക് കട്ടിംഗ് ആണ്. നമ്മൾ കേക്കൊന്നും ചിത്തുകുഞ്ഞിന് കൊടുക്കാറില്ല. പകരം ഞാൻ കേക്ക് പോലത്തെ ഒരു ഐറ്റം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. മധുരമൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ളത്. അതാണ് അവൾക്ക് അതിന് പകരമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ, നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും പിന്നീട് ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ നടന്നു. സിദ്ധിക്കുട്ടിയും വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻസൊക്കെല്ലാം ശേഷം അവൾ അവിടെ കുറേ നേരം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ്. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഫോട്ടോയ്ക്കൊക്കെ നല്ല രീതിയിൽ അവൾ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം, പഴം, പായസം എന്നുള്ള രീതിയിലുള്ള നല്ല ഒരു സദ്യയായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. ഫംഗ്ഷന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് അവളെ ഇടിച്ചു കൊടുത്തു. ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവൾ ഫുൾ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു ടെൻറ്റ് അവൾക്ക് അമ്മയുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. അന്ന് തന്നെ അവളതിൽ കയറിയിരുന്ന് അവളുടെ പ്രിയപ്പെട്ട പുസ്തകം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുറച്ച് എന്താ പറയുക, വളരെ കൂടുതൽ കുറച്ചധികം സന്തോഷമുള്ളൊരു ദിവസം എന്ന് പറയാം.